വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രോക്കിൻ്റെ സൈസ് ചാർട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിരുന്നു ഫ്രോക്കിൻ്റെയൊക്കെ സൈസ് ചാർട്ട് ഇടോ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, പിന്നെ അതുപോലെ കുറേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു. പിന്നെ ഈ ഒരു അളവുകളൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് എഴുതിയെടുക്കാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. അതാണ് ഇത്ര വൈകിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പോൾ ഫസ്റ്റ് പറയട്ടെ, ആദ്യമേ പറയുകയാണ്, ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഫ്രോക്ക് തയ്ക്കുമ്പോൾ ഏജിന് ഇപ്പോൾ ഏജ് എത്രയാണോ വരുന്നത് ആ ഒരു ഏജിനനുസരിച്ചുള്ള ലെങ്ത്തോ അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ തടി കൂടുതലായിരിക്കാം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പം നമ്മളൊരു ഇപ്പോൾ തടിയുള്ള ഒരു 10 വയസ്സായ കുട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഭയങ്കര മെലിഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ തടി കൂടുതലായിട്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ നിന്നൊക്കെ വ്യത്യാസമായിരിക്കും അപ്പോൾ വരിക. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏജാണ് പറയുന്നത്, പിന്നെ സൈസാണ് കേട്ടോ. പിന്നെ വരുന്നത് ബോഡിയുടെ ലെങ്ത്ത് വരുന്നുണ്ട്, പിന്നെ ചെസ്റ്റ് റൗണ്ടിനെ 4 ആക്കിയാൽ എത്രയാണെന്നുള്ളതും കൂടെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ വേസ്റ്റ്, ഷോൾഡർ, ആം ഹോള്, നെക്ക് വിഡ്ത്ത്, ഫ്രണ്ടിൻ്റെ നെക്ക് ലെങ്ത്ത്, ബാക്കിൻ്റെ നെക്ക് ലെങ്ത്ത്, ഫുൾ ലെങ്ത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഈ ഒരു സൈസ് ചാർട്ട് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് 6 മാസം വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുക്കുക, ഫുൾ ലെങ്ത്ത് അല്ല, മുട്ട് വരെയുള്ള ലെങ്ത്ത് നമ്മൾ എടുക്കുക 14 ഇഞ്ചാണ്. അതുപോലെ ബോഡിയുടെ ലെങ്ത്ത് നമ്മൾ എടുക്കുക 5 ഇഞ്ചുമാണ് കേട്ടോ. 5 ഇഞ്ചാണ് നമ്മൾ എടുക്കുക. അതുപോലെ ചെസ്റ്റ് റൗണ്ട് എടുക്കുക 18 ഇഞ്ചാണ്. മൊത്തത്തിലുള്ള ചെസ്റ്റ് റൗണ്ട് 18 ഇഞ്ച് എടുക്കും. അതിൻ്റെ 4/1, 4 ആക്കിയിട്ടാണല്ലോ നമ്മൾ മടക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ 4/1 എടുക്കുക, 4.5 ആണ് കേട്ടോ, 4.5 ഇഞ്ചാണ് എടുക്കുക. വേസ്റ്റ് നമ്മൾ അത്ര തന്നെയാണ് എടുക്കുക, കുറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ ബാക്കിൽ സിബ് വെച്ച് കൊടുക്കേണ്ടി വരുമല്ലോ, അപ്പോൾ എന്തായാലും കുറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, 4.5 തന്നെ എടുക്കാം. പിന്നെ നമ്മൾ എടുക്കുക ഷോൾഡറാണ് കേട്ടോ. ഷോൾഡറും തന്നെ 4 ഇഞ്ച് എടുക്കുക. ആം ഹോളും 4 ഇഞ്ച് തന്നെയായിട്ട് എടുക്കുക. നെക്ക് വിഡ്ത്ത് നമ്മൾ 1.5 ഇഞ്ചാണ് എടുക്കുക. അത് നമ്മൾ 4 ആക്കിയിട്ട് മടക്കി വെക്കുമ്പോൾ നമ്മൾ 1.5 ഇഞ്ച് നട്ടപ്പെടുത്തി കൊടുക്കുക കേട്ടോ. പിന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 2 ഇഞ്ചാണ്. ബാക്ക് നെക്കും തന്നെ 2 ഇഞ്ച് തന്നെ മതി കേട്ടോ. പിന്നെ അത് ഫുൾ ലെങ്ത്തിലോട്ട് വരുമ്പം 20 ഇഞ്ചാണ് കേട്ടോ നമ്മൾ കൊടുക്കുക. പിന്നെ വരുന്നത് 6 മാസം മുതൽ 1 വയസ്സായ കുട്ടികൾക്ക് സൈസ് വരുന്നത് 16 ഇഞ്ചാണ് കേട്ടോ. നമ്മൾ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് എടുക്കുക 16 ഇഞ്ചാണ് എടുക്കുക. ബോഡിയുടെ ലെങ്ത്ത് എടുക്കുക, ഒന്നെങ്കിൽ 5 ഇഞ്ച് തന്നെ എടുക്കാം, അല്ലെങ്കിൽ 6 ഇഞ്ച് എടുക്കാം. അപ്പോൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഏകദേശം ഒരു 5 ഇഞ്ച് തന്നെ മതിയാവും 1 വയസ്സായ കുട്ടികൾക്കും. 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 5 ഇഞ്ച് തന്നെ മതിയാവും. വേണമെങ്കിൽ മാത്രം 6 ഇഞ്ച് എടുത്താൽ മതിയാവും. പിന്നെ ചെസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് 20 ഇഞ്ചാണ് കേട്ടോ. 20 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട് വരിക. അതിനെ 4 ആക്കിയാൽ അതിൻ്റെ ഒരു ഭാഗം 5 ഇഞ്ച്, അങ്ങനെ 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ വേസ്റ്റും തന്നെ നമ്മൾ 5 ഇഞ്ച് തന്നെ കൊടുക്കുക, അവിടെയും തന്നെ കുറക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഷോൾഡർ വരുന്നത് 4.5 ഇഞ്ചാണ്. 4.5 ഇഞ്ച് വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ 4 ഇഞ്ച് തന്നെ എടുക്കാം. ആം ഹോളും തന്നെ 4 ഇഞ്ച് എടുക്കാം, അല്ലെങ്കിൽ 4.5 എടുക്കാം. എനിക്ക് തോന്നുന്നു 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ 4.5 ഒക്കെ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയാവും. കുറച്ച് കാലം കൂടെ യൂസ് ചെയ്യാം എന്നുള്ളവർക്ക് മാത്രമാണെങ്കിൽ 4.5 എടുക്കാം. പിന്നെ നെക്ക് വിഡ്ത്ത് 2 ഇഞ്ച് എടുക്കാം. അതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 2.5 ഇഞ്ച് എടുക്കാം കേട്ടോ. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 2 ഇഞ്ചും. ഫുൾ ലെങ്ത്തിൽ വരികയാണെങ്കിൽ 22 ഇഞ്ച് വരെയൊക്കെയാണ് ഫുൾ ലെങ്ത്ത് എടുക്കുക. പിന്നെ അതുപോലെ 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ സൈസ് നോക്കുകയാണെങ്കിൽ 18 ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുക. ബോഡിയുടെ ലെങ്ത്ത് എടുക്കുക 6 ഇഞ്ച് എടുക്കുക. ചെസ്റ്റ് റൗണ്ട് എടുക്കുക നമ്മൾ 22 ഇഞ്ചാണ്. അതിന് 4/1 5.5. അതുപോലെ വേസ്റ്റും 5.5 എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഷോൾഡർ എടുക്കുക 4 തന്നെയാണ് എടുക്കുക കേട്ടോ. ഷോൾഡർ അങ്ങനെ മതി. പിന്നെ ആം ഹോൾ എടുക്കുക, അത് 4 തന്നെയാണ്. നെക്ക് വിഡ്ത്ത് എടുക്കുക 2 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 2.5 ഇഞ്ച്. ബാക്ക് നെക്ക് ലെങ്ത്ത് 2 ഇഞ്ച്. അതുപോലെ ഫുൾ ലെങ്ത്ത് വരുന്നത് 24 ഇഞ്ചാണ് കേട്ടോ.
ഇപ്പം നമ്മൾ 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെ കുട്ടികൾക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സൈസ് വരിക 20 ഇഞ്ചാണ് കേട്ടോ. സൈസ് വരിക. ബോഡിയുടെ ലെങ്ത്ത് വരിക 6.5 ഇഞ്ചാണ്. അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അത് തന്നെ കുറച്ച് 6 തന്നെ മതിയാവും ഏകദേശം. 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെ കുട്ടികൾക്കൊക്കെ ഏകദേശം വേണമെന്നുണ്ടെങ്കിൽ മാത്രം 6.5 എടുത്താൽ മതി. കാരണം ഒന്നും കൂടെ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് കയറി നിൽക്കുമ്പോഴാണല്ലോ ചിലപ്പോൾ ഫ്രോക്കൊക്കെ നല്ല പ്ലീറ്റ്സിലൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവുക. പിന്നെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 24 ഇഞ്ച്. അതിൻ്റെ 4/1 എടുക്കുകയാണെങ്കിൽ 6 ഇഞ്ച് കേട്ടോ. പിന്നെ വേസ്റ്റ് നമ്മൾ 6 ഇഞ്ച് തന്നെ എടുക്കുക. കുട്ടികളൊക്കെ ആകുമ്പോൾ പിന്നെ വയറൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ വേസ്റ്റിൻ്റെ അവിടെ കുറക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഷോൾഡർ നമ്മൾ എടുക്കുകയാണെങ്കിൽ 4.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ എടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം 5 ഇഞ്ച് എടുത്താൽ മതി. ആം ഹോളും തന്നെ 4.5 എടുത്താൽ മതിയാവും. നെക്ക് വിടുത്ത് എടുക്കുകയാണെങ്കിൽ 2.4 കേട്ടോ നെക്ക് വിടുത്ത് എടുക്കുക. പിന്നെ വൈഡായിട്ട് പോകും, അധികം വല്ലാണ്ട് അങ്ങോട്ട് കഴുത്ത് അങ്ങനെ ആയിട്ട് പോകും. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ ഫ്രോക്ക് കാണാനായിട്ട് നെക്ക് കൂടുതലുണ്ടായാൽ. പിന്നെ നെക്കിൻ്റെ ഫ്രണ്ടിൻ്റെ നെക്ക് ലെങ്ത്ത് വരുന്നത് 2.25 കേട്ടോ. ബാക്ക് നെക്ക് 2.25, ഫുൾ ലെങ്ത്ത് 26 ഇഞ്ചും. പിന്നെ അതുപോലെ 3-4 വയസ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ 22 ഇഞ്ചാണ് കേട്ടോ സൈസ് വരുന്നത്. അതിനിപ്പോൾ ബോഡി ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചാണ് വരിക. 3-4 വയസ്സുള്ള കുട്ടികൾക്ക് 7 ഇഞ്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 26 ഇഞ്ചാണ്. അതിൻ്റെ 4/1 വരികയാണെങ്കിൽ 6.5 വരും. പിന്നെ വേസ്റ്റ് വരുന്നതും 6.5 തന്നെയാണ് കേട്ടോ വരിക. ഷോൾഡർ 5 ഇഞ്ച്, ആം ഹോളും 5 ഇഞ്ച്, നെക്ക് വിടുത്തും 2.25 തന്നെയാണ് കേട്ടോ വരിക. അപ്പോൾ തടിയുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2.5 എടുക്കാം കേട്ടോ. തടി കുറവാണെന്നുണ്ടെങ്കിൽ ഈ 2.25 തന്നെ മതി. അതുപോലെ ഫ്രണ്ടിൻ്റെ നെക്ക് ലെങ്ത്ത് വരുന്നത് 3 ഇഞ്ച് മതിയാവും കേട്ടോ. ബാക്ക് നെക്ക് 2.25, ഫുൾ ലെങ്ത്ത് വരുമ്പോൾ 28 ഇഞ്ചും. ഇനി നമ്മൾ 4-5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഫ്രോക്ക് തയ്ക്കുകയാണെങ്കിൽ നമ്മൾ ലെങ്ത്ത് വരുന്നത് സൈസ് വരുന്നത് 24 ഇഞ്ചാണ് കേട്ടോ. അത് ലെങ്ത്ത് വൈസാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ലെങ്ത്താണ് വരിക 24 ഇഞ്ച്. പിന്നെ വരുന്നത് ബോഡിയുടെ ലെങ്ത്താട്ടോ വരിക. ബോഡിയിൽ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അത് ബോഡിയുടെ ലെങ്ത്ത് 7.5 ആണ് കേട്ടോ വരിക. പിന്നെ അതുപോലെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 28 ഇഞ്ചാണ്. റൗണ്ട് വരുന്നത് 28 ഇഞ്ച്, അതിൻ്റെ 4/1 7 ഇഞ്ച്. പിന്നെ അതുപോലെ വേസ്റ്റ് വരുന്നത് 7 ഇഞ്ച് തന്നെയാണ് കേട്ടോ വരിക. വേണമെങ്കിൽ 6.5 എടുത്താൽ മതി. അത് തടി ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് 6.5 എടുക്കാം. പിന്നെ ഷോൾഡർ വരുന്നത് 5 ഇഞ്ചാണ്, ആം ഹോളും 5 ഇഞ്ച്. അതുപോലെ നെക്ക് വിടുത്ത് വരുന്നത് 2.5 ഇഞ്ച്. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് വരുന്നത് 3.5 ഇഞ്ചാണ് കേട്ടോ. പിന്നെ ബാക്ക് നെക്ക് ലെങ്ത്ത് വരുന്നത് 2.5 ഇഞ്ച്, ഫുൾ ലെങ്ത്ത് വരുന്നത് 30 ഇഞ്ചും. അതുപോലെ 5-6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഫ്രോക്കിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 26 ഇഞ്ച് ലെങ്ത്തിലുള്ള ഫ്രോക്ക് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. ബോഡിയുടെ ലെങ്ത്ത് വരുന്നത് 8 ഇഞ്ചാണ്. 8 ഇഞ്ച് വരും കേട്ടോ ബോഡിയുടെ ലെങ്ത്ത് വരുന്നത്. പിന്നെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 30 അതിൻ്റെ 4/1 7.5. വേസ്റ്റും 7.5 എടുക്കുക. പിന്നെ ഷോൾഡർ നമ്മൾ 5 ഇഞ്ച് എടുക്കുക, ആം ഹോളും 5 എടുക്കുക. പിന്നെ നെക്ക് വിടുത്ത് 2.5 ഇഞ്ച് കേട്ടോ. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 3.25 എടുക്കുക കേട്ടോ. ബാക്ക് നെക്കിൻ്റെതും 3.5 എടുക്കുക. ബാക്ക് നെക്കിൻ്റെതും 2.5 എടുക്കുക. പിന്നെ ഫുൾ ലെങ്ത്ത് വരുന്നത് 32 ഇഞ്ച്. പിന്നെ വരുന്നത് 6 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചെയ്യുന്ന ഫ്രോക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 28 ഇഞ്ചാണ് കേട്ടോ. അതിൻ്റെ ബോഡിയുടെ ലെങ്ത്ത് വരുന്നത് 8.5 ആണ് കേട്ടോ വരുന്നത്. 8 ഇഞ്ചിലാണ് നമ്മൾ ബോഡി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 32 ഇഞ്ചാണ്. അതിൻ്റെ 4/1 8 ഇഞ്ച്. പിന്നെ അതുപോലെ വേസ്റ്റ് വരുന്നത് 7.5 ഇഞ്ചാണ് കേട്ടോ. പിന്നെ വരുന്നത് ഷോൾഡർ 5 ഇഞ്ചും, ആം ഹോള് വരുന്നതും 5.5 ഇഞ്ചാണ്. നെക്കിൻ്റെ വിടുത്ത് വരുന്നത് 2.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 6-7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊന്നും നെക്ക് വിടുത്ത് കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു 2.5 ഇഞ്ച് തന്നെ നെക്ക് വിടുത്ത് മതി കേട്ടോ. കാരണം അത് നമ്മൾ നിവർത്തിയിട്ട് കഴിഞ്ഞാൽ അതൊരു 5 ഇഞ്ച് വരെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു 5 ഇഞ്ച് മതിയാവും നെക്ക് വിടുത്ത്. നെക്ക് വിടുത്ത് കൂടുതലായിട്ട് പോയാൽ ഒരു ഭംഗി ഉണ്ടാവില്ല ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട്. അതിനനുസരിച്ച് ഇറക്കം കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒട്ടും ഭംഗി ഉണ്ടാവില്ല കേട്ടോ കുട്ടികൾക്കൊക്കെ. പിന്നെ പോലെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 4 ഇഞ്ചാണ്.
പിന്നെ അതുപോലെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 2.5 ഇഞ്ചും ഫുൾ ലെങ്ത്ത് വരുന്നത് 34 ഇഞ്ച് കേട്ടോ. പിന്നെ വരുന്നത് 7 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ 30 ഇഞ്ച് സൈസിലാണ് കേട്ടോ ഫുൾ ലെങ്ത്ത് എടുക്കുക. പിന്നെ വരുന്നത് ബോഡിയുടെ ലെങ്ത്ത് എടുക്കുക 8.5 ആണ് കേട്ടോ എടുക്കുക. പിന്നെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 32 ഇഞ്ചാണ്, അതിൻ്റെ 1/4 8 ഇഞ്ച്. വേസ്റ്റ് വരുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. പിന്നെ വരുന്നത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ 1 ഇഞ്ച് കുറക്കാം കേട്ടോ. നമ്മൾ ബാക്കിൽ സിബും വള്ളിയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ 1 ഇഞ്ചൊക്കെ കുറച്ചിട്ട് നമുക്ക് 7.5 ഇഞ്ച് കൊടുക്കാം കേട്ടോ വേസ്റ്റ്. 1/2 ഇഞ്ചാണ് കേട്ടോ നമ്മൾ കുറക്കുന്നത്. 8 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ വേസ്റ്റ് നമുക്ക് 7 ഇഞ്ച് എടുക്കാം. പിന്നെ ഷോൾഡർ എടുക്കുക 5.5 ഇഞ്ചാണ് കേട്ടോ. പിന്നെ അതുപോലെ ആം ഹോൾ 6 ഇഞ്ച് എടുക്കുക. പിന്നെ നെക്ക് എടുക്കുക 2.5 ഇഞ്ച്. നെക്കിൻ്റെ ലെങ്ത്ത് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 4 ഇഞ്ച്, ബാക്ക് നെക്ക് ലെങ്ത്ത് 3 ഇഞ്ച്, ഫുൾ ലെങ്ത്ത് വരുന്നത് 36 ഇഞ്ച്. പിന്നെ അതുപോലെ 8-9 വയസ്സായ കുട്ടികൾക്ക് നമ്മൾ ലെങ്ത്ത് എടുക്കുക 32 ഇഞ്ചാണ് കേട്ടോ. പിന്നെ ബോഡിയുടെ ലെങ്ത്ത് എടുക്കുക 9 ഇഞ്ചാണ് കേട്ടോ. പിന്നെ അതുപോലെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 32 ഇഞ്ചാണ്, അതിൻ്റെ 4/1 8 ഇഞ്ച്. അപ്പോൾ ഈ ഒരു 8 ഇഞ്ചിൻ്റെ ഇവിടെയൊക്കെ വരിക എന്ന് വെച്ചാൽ 8 ഇഞ്ച് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റാണ് പറയുന്നത്. കാരണം ഏകദേശം ഒരു ചിലപ്പോൾ ഇത്രയൊന്നും വേണ്ടി വരില്ല കേട്ടോ. അപ്പം നമ്മുടെ കുട്ടികളുടെ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക എത്രയാണ് വരുന്നത് നോക്കുക. അതിലേക്ക് 2-3 ഇഞ്ചോ കൂട്ടുമ്പോൾ ഈ ഒരു ചെസ്റ്റ് അളവ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. ഈ ഒരു മെഷർമെൻറ്റ് അനുസരിച്ച് ചെയ്താൽ പലർക്കും കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. പിന്നെ വരുന്നത് വേസ്റ്റാണ് 7 ഇഞ്ചാണ്. പിന്നെ അതുപോലെ ഷോൾഡർ 5.5 ഇഞ്ച്, അതുപോലെ ആം ഹോൾ 6 ഇഞ്ച്, നെക്ക് വിഡ്ത്ത് 2.5, ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 4.5 ഇഞ്ചാണ് കേട്ടോ. ഒരു 4.5 ഇഞ്ചൊക്കെ മതിയാവും. നെക്ക് ലെങ്ത്ത് അല്ല കേട്ടോ. നെക്ക് ലെങ്ത്ത് വല്ലാണ്ട് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ഭംഗിക്കുറവ് തന്നെയായിരിക്കും. പിന്നെ തടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. പിന്നെ ബാക്ക് നെക്ക് ലെങ്ത്ത് വരുന്നത് 3.5 ഇഞ്ചാണ്, ഫുൾ ലെങ്ത്ത് വരുന്നത് 38 ഇഞ്ചും. പിന്നെ അതുപോലെ 9-10 വയസ്സായ കുട്ടികൾക്ക് വരുന്നത് 34 ഇഞ്ചാണ് കേട്ടോ ഫ്രോക്കിൻ്റെ മുട്ട് വരെയുള്ള ലെങ്ത്ത് വരുന്നത്. പിന്നെ ബോഡിയുടെ ലെങ്ത്ത് വരുന്നത് 9 ഇഞ്ചാണ്. ബോഡിയുടെ ലെങ്ത്ത് 9 ഇഞ്ച് മതിയാവും കേട്ടോ. 10 ഇഞ്ച് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. അത് നോക്കിയിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. കാരണം ബോഡിയുടെ ലെങ്ത്ത് ഇറങ്ങിയാണ്ട് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്താലും അതൊരു ഭംഗിക്കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക, കുട്ടികളല്ലേ. പിന്നെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 34 വരിക, അതിൻ്റെ 4/1 8.5 ഇഞ്ച്. പിന്നെ അതുപോലെ വേസ്റ്റ് വരുന്നത് 8 ഇഞ്ചാണ് കേട്ടോ. പിന്നെ അതുപോലെ ഷോൾഡർ വരുന്നത് 5.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ. 6 ഇഞ്ച് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. ഒരു 9-10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഷോൾഡർ ഏകദേശം 5 മുതൽ 5.5 വരെയൊക്കെ കഷ്ടിച്ച് തന്നെ മതിയാവും. കാരണം അത്രേ ഉണ്ടാവുള്ളൂ കുട്ടികളൊക്കെ. പിന്നെ തടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ 5.5 അല്ലെങ്കിൽ 6 എടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ആം ഹോളും തന്നെ 6 എടുക്കുക. നെക്ക് വിഡ്ത്ത് 2.5, ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 4.5, പിന്നെ ബാക്ക് നെക്ക് ലെങ്ത്ത് 3.5, ഫുൾ ലെങ്ത്ത് 40. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ചാർട്ടാണ് കേട്ടോ ഞാനീ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു അളവിന് ആയിക്കൊള്ളണം എന്നില്ല കേട്ടോ. കറക്റ്റ് ഉണ്ടാവും, കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. കാരണം തടിയുള്ള കുട്ടികളുണ്ടാവും, തടിയില്ലാത്ത കുട്ടികളുണ്ടാവും, ലെങ്ത്ത് ഉള്ള കുട്ടികളുണ്ടാവും, ലെങ്ത്ത് കുറവുള്ള കുട്ടികളുണ്ടാവും. ഇതൊക്കെ സംഭവിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾ കംപ്ലൈൻറ്റ് നമ്മൾ ചില കുട്ടികൾ കണ്ടില്ലേ, ഇപ്പോൾ 10 വയസ്സുണ്ടെങ്കിലും ഒരു 8 വയസ്സിൻ്റെ കുട്ടികളുടെ ഫ്രോക്കൊക്കെ മതിയാവും ആ കുട്ടിക്ക്. അല്ലെങ്കിൽ അപ്പോൾ പിന്നെ 8 വയസ്സാണെങ്കിൽ 10 വയസ്സായ കുട്ടിയുടെയൊക്കെ ഫ്രോക്കും അങ്ങനെയും വേണ്ടി വരും. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ സംഗതികൾ. അപ്പോൾ അതൊക്കെ നോക്കുക, എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിന് ശേഷം നിങ്ങൾ ഒരുപാട് പേര് ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് കഴിഞ്ഞിട്ട് ഇതിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഫ്രോക്ക് നമ്മളിനി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.